ഒരു നിമിഷം. ഇപ്പോൾ തിരുവാണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CR പ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രകാശ്, നമസ്കാരം. ഈ കുഞ്ഞിനെ കുറിച്ച് ബാക്കി എന്തെങ്കിലും ഏറ്റവും ഒടുവിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കുഞ്ഞിനെ തൃപ്പൂണിത്തുറ വരെ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് നമ്മളോട് പറഞ്ഞത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലേക്ക് പോകുന്ന വഴിയിലായിരിക്കുമോ കുഞ്ഞിനെ മിസ്സായിട്ടുണ്ടാവുക, CR പ്രകാശ്? തീർച്ചയായിട്ടും ആ റൂട്ടിൽ തന്നെയാണ് മിസ്സായിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ ആദ്യമേ തന്നെ പഞ്ചായത്ത് മെമ്പറും ഞാനടക്കം ബന്ധപ്പെടുമ്പോൾ ഈ കുട്ടി ആലുവയില് ഈ പെൺകുട്ടി ഇറങ്ങി വീട്ടിൽ ചെന്നിട്ട് പോലും അവരുടെ അമ്മോട് പോലും ഈ വിവരം പറഞ്ഞിട്ടില്ല. അതിനുശേഷം കുട്ടിയുടെ അമ്മയുടെ അമ്മോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനുശേഷം ഞങ്ങള് വീണ്ടും ഈ പെൺകുട്ടിയെ ഫോണിൽ ബന്ധപ്പെട്ടത് ഈ പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പർ ബന്ധപ്പെട്ട് നിർബന്ധപൂർവ്വം സംസാരിച്ചപ്പോഴാണ് പറയുന്നത് ആലുവയിൽ വെച്ചാണ് കാണാതെ അയക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് അവസാനമായി അവരിൽ നിന്നുള്ള പ്രതികരണം. പിന്നീടാണ് അച്ഛനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോലീസിൽ പരാതി. അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും തർക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു മാസം മുമ്പ് വരെ അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി. അവർ കുറച്ച് നാള് ആ അമ്മയുടെ വീട്ടിലായിരുന്നു, കുട്ടിയുടെ അമ്മയുടെ വീട്ടിലായിരുന്നു. ഇന്നിപ്പോ ഈ കുഞ്ഞ് പോയത് അമ്മയുടെ അച്ഛന്റെ വീട്ടിൽ നിന്നാണോ അതോ അമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നോ? ഇല്ല, അച്ഛന്റെ വീട്ടിൽ നിന്ന് അംഗൻവാടി പോയ കുട്ടിയെ 3 മണിയായപ്പോ അമ്മ ചെന്ന് ടീച്ചറോട് വിളിച്ച് കുട്ടിയെ കൊണ്ടുപോവാണ് ചെയ്യുക. അതായത് ഈ അച്ഛനും അമ്മയും ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഒരുമിച്ചായിരുന്നോ താമസം? അല്ല, കുറച്ചു നാളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രണ്ടിടത്തായിരുന്നു. അതെ അതെ. ഓ, അതെ അതെ. അപ്പം ഈ അമ്മ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്, അച്ഛൻ അറിയാതെ? അതെ അതെ, അച്ഛൻ അറിയാതെ മീൻസ് അച്ഛന്റെ ബന്ധുവായിട്ടുള്ള ആരോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ചെല്ലുന്ന പോലെ തന്നെ കുട്ടിയെ ചെന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു. അതെ, സാധാരണ ചെന്ന് വിളിക്കുന്നത് അച്ഛനായിരുന്നു അതോ ഈ അമ്മയായിരുന്നോ പ്രകാശ്? അത് ആരെങ്കിലും മാറിയാണ് ചെല്ലാറുള്ളത്. ഇപ്പൊ ആര് ആണ് ചെല്ലുന്നത്, അച്ഛൻ ചെന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഈ 1 മാസമായിട്ട് അച്ഛനും അമ്മയും തമ്മിൽ പിണക്കമായിരുന്നു, അവർ രണ്ടിടത്തായിരുന്നു അല്ലേ? കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് നാള്. അത് കഴിഞ്ഞിട്ട് കുറച്ച് 1.5 ആഴ്ചയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്, ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അതായത് അച്ഛനും അമ്മയും ഒരുമിച്ച് തന്നെ ഉണ്ട്? ഉണ്ട്. പിണക്കൊക്കെ മാറി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇന്നിങ്ങനെ സംഭവിച്ചേക്കുന്നത്. അതിനകത്തൊരു അസ്വാഭാവികതയുള്ളത്, ഈ ആലുവയിൽ എത്തിയിട്ടും വീട്ടിലെത്തുന്നത് വരെ ഈ അമ്മ കുഞ്ഞിനെ കാണാതെ പോയ വിവരം ആരെ അറിയിച്ചില്ല എന്നുള്ളതാണ് അല്ലേ? ഇല്ല, അറിയിച്ചില്ല എന്ന് മാത്രമല്ല, പഞ്ചായത്ത് മെമ്പർ ഈ അമ്മയ്ക്ക് ഫോണുള്ളൂ, ഇവൾക്ക് ഫോണില്ല. ഈ അമ്മയുടെ അമ്മയ്ക്കാണ് ഫോൺ ഉണ്ടായിരുന്നത്. വിളിച്ച് ചോദിച്ച് ഈ ഫോൺ കൊടുക്കാൻ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ്, അവരെ നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഉടനെ തന്നെ ഈ പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിക്കുകയും ഞാൻ അത് പോലീസിൽ പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ട് പരാതി കൊടുക്കുകയും ചെയ്യാണ്. ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് ബസ്സിൽ കയറുന്നതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ ഇനി? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല കേട്ടോ. തൃപ്പൂണിത്തുറ വരെ വന്നിട്ടുള്ള വിവരം ഉണ്ട് അല്ലേ? ഉണ്ട്. തിരുവാങ്കുളം വന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഈ ആലുവ വരെ ചെന്നിട്ടും ഈ കുട്ടിയെ നഷ്ടപ്പെട്ട, അങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ മാത്രമാണല്ലോ കുട്ടി നഷ്ടപ്പെട്ടത് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രശ്നമില്ലേ അവിടെ? അങ്ങനെ മാനസിക പ്രശ്നമുള്ള ഒരു ആളല്ല എന്നുള്ളതാണ് മെമ്പർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്ത് ദുരൂഹതയുണ്ട്? ഒരു സംശയമുള്ളത് പ്രകാശ്, ഈ ആലുവയിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഈ കുട്ടിയുടെ അമ്മയുടെ വീട്ടിലേക്ക്? കുറുമശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവയിൽ നിന്ന് കൃത്യമായി എനിക്കറിയില്ല. കുറുമശ്ശേരി ഭാഗത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ 8-10 കിലോമീറ്ററിന്റെ അടുത്ത് വരും. അവിടേക്ക് അമ്മ ഓട്ടോയിലാണോ പോയത്? അങ്ങനെയാണോ? അങ്ങനെയാണ് അങ്ങനെ ഒരു ഇത് നമ്മളുടെ നമുക്ക് അവര് പറഞ്ഞിട്ടില്ല. സ്ത്രീ അങ്ങനെ ഒരിക്കൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ മെമ്പർ മുഖേനയുള്ള ഈ ഒരു അമ്മ മെമ്പറുമായി സംസാരിച്ച് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക തൃപ്പൂണിത്തുറയ്ക്കും ആലുവയ്ക്കും ഇടയ്ക്കാണ്, അഥവാ ആലുവയിൽ വെച്ചാണ്. അത് ഈ അമ്മ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അല്ലേ? അതെ, വിശ്വസിക്കാമെങ്കിൽ. കാരണം അമ്മയ്ക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. കാരണം കുട്ടിയെ അവരാണ് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയാം, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അന്വേഷിച്ചാൽ മാത്രമാണ് നോക്കേണ്ടത്.
ഓക്കെ ഓക്കെ. യഥാർത്ഥ ഈ വസ്തുതയിലേക്ക് അച്ഛനും എത്താൻ അമ്മയും കഴിയും. എന്തൊക്കെയാ ജോലി ചെയ്തിരുന്നെന്ന് അറിയാമോ പ്രകാശ്? അച്ഛൻ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. അറിയില്ല. ഓക്കെ ഓക്കെ, അമ്മ മനസ്സിലായി മനസ്സിലായി. പ്രകാശ്, സാധാരണ എന്തായാലും നമുക്ക് കുട്ടിയെ എത്രയും വേഗം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാം. താങ്ക് യു CR പ്രകാശ്.